എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ കാര്യത്തിലേക്ക് പോവുക. കൂടുതൽ വളച്ചുകെട്ടൊന്നുമില്ല. കാരണം വീഡിയോ ചിലപ്പം ഒരു ലെങ്തി ആയിരിക്കും. എന്താ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കൽക്കി എന്ന് പറഞ്ഞിട്ട്. ഇത് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാഭാരതത്തിന് നമ്മളെ പഴയ പുരാണങ്ങൾ, അതായത് നമ്മുടെ ഹിന്ദു മതത്തിലെ ഇതിഹാസങ്ങളിൽ രണ്ട് ഇതിഹാസങ്ങളാണ് ഉള്ളത്. ഒന്ന് രാമായണം, ഒന്ന് മഹാഭാരതം. അപ്പോൾ ഈ മഹാഭാരതത്തിലെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടാണ് കൽക്കി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആണ് പറയുന്നത്. അപ്പോൾ പലർക്കും ഈ കഥ അങ്ങോട്ടേക്ക് ദഹിച്ചിട്ടില്ല. ഈ കൽക്കി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അധികം ആൾക്കാർക്കൊന്നും ആയിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല എന്നാണ് റിവ്യൂസൊന്നും മറ്റൊന്നും എല്ലാം നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ മഹാഭാരതം എന്താണെന്നുള്ളത് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സിനിമ എടുത്തതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം, എൻ്റെ ഒരു അഭിപ്രായവും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മഹാഭാരതം തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, സഹദേവൻ്റെ പുത്രനായ ജനമേജയൻ്റെ സർപ്പയജ്ഞത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. സർപ്പയജ്ഞത്തിൻ്റെ സമയത്ത് മഹർഷി വ്യാദവ്യാസൻ പൗരാണികനായ ഉഗ്രശ്രവസ്സിന് വിശദീകരിച്ച് കൊടുക്കുന്നിടത്താണ് മഹാഭാരതം തുടങ്ങുന്നത്. നോക്കി വായിച്ചത് ഈ പേരുകളൊക്കെ കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് ഓർമ്മയിൽ നിൽക്കൂല. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചാണ് മഹാഭാരതം തുടങ്ങുന്നത്. മഹാഭാരതത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, ശാന്തനു മഹാരാജാവിൽ നിന്നാണ് സംഭവം തുടങ്ങുന്നത്. ശാന്തനു മഹാരാജാവിൽ നിന്ന് ഡയറക്റ്റ് തുടങ്ങുകയല്ല ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളെ മഹാഭാരതത്തിൻ്റെ വംശാവലിനെ പറ്റിയിട്ടും അതിൻ്റെ വ്യാപ്തിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് എടുക്കാം. ശാന്തനു മഹാരാജാവിൽ നിന്നാണ് യഥാർത്ഥ കഥേൻ്റെ തുടക്കം. ശാന്തനു മഹാരാജാവ് ആദ്യം ഗംഗാദേവിനെ കാണുന്നു. ഗംഗാദേവിയായിട്ട് പ്രണയത്തിലാവുന്നു. അപ്പോൾ ഗംഗാദേവി ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു, പ്രണയം സമ്മതിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. അതായത് ഈ ഗംഗാദേവി ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും ഈ രാജാവിന് ചോദിക്കാനോ പറയാനോ അധികാരമൊന്നുമില്ല. ഗംഗാദേവി എന്ത് കാണിച്ചാലും എന്ത് ചെയ്യുക, അനുസരിച്ചോളുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഗംഗാദേവിക്ക് 8 പുത്രന്മാരുണ്ടാവുന്നുണ്ട്. അതിൽ ഓരോ പുത്രനുണ്ടാവുമ്പോൾ, അതായത് കുട്ടി ഉണ്ടാവുമ്പോൾ ഇവരെല്ലാം വെള്ളത്തിൽ മുക്കിക്കൊല്ലും ഗംഗാദേവി. അങ്ങനെ ഈ രാജാവിനൊരു ഇതായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടാകുന്ന മക്കളെല്ലാം മരിച്ചു പോകുന്നു. എന്താ സംഭവം എന്ന് അറിയുന്നില്ല. പണ്ട് ഈ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് മരിച്ചു പോകുന്നതെന്ന് അറിയുന്നില്ല. ഇത് മുക്കിക്കൊല്ലുന്നതാണ്. അപ്പോൾ ശാന്തനു എന്ത് ചെയ്യും, ഈ നിബന്ധന അങ്ങ് ബ്രേക്ക് ചെയ്യും. നിബന്ധന ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ഇവര് പറഞ്ഞല്ലോ എന്ത് ചെയ്താലും ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഇതൊന്ന് ഒളിഞ്ഞു നോക്കും. ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് എന്ത് കാണും, ലാസ്റ്റ് ഉണ്ടായ കുട്ടീനെ മുക്കിക്കൊല്ലാൻ നോക്കുന്നത് കാണും. അങ്ങനെ അത് പോയി തടയും. അങ്ങനെ ഇവർ തമ്മിൽ തെറ്റും. ഈ കുട്ടീനെ രാജാവിനെ ഏൽപ്പിച്ചിട്ട് ഗംഗാദേവി പിരിഞ്ഞു പോകും. ആ കുട്ടിയാണ് ആര്, ഭീഷ്മൻ. പിന്നെ രാജാവ് പോയി, പിന്നെ രാജാവിന് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള മടുപ്പായതുകൊണ്ട് രാജാവ് എന്ത് ചെയ്യും, സത്യവതി എന്ന സ്ത്രീയെ വിവാഹം കഴിക്കും. അവരൊരു രാജകുടുംബത്തിൽപ്പെട്ടാണ്. ഞാൻ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ സത്യവതിയിൽ സത്യവതിയിൽ ഈ എന്ത് ചെയ്യും, ശാന്തനുവിനോട് വേറൊരു നിബന്ധന വെക്കും. എൻ്റെ മക്കളാവണം അടുത്ത എന്താണ് രാജവംശത്തിൽ വരണ്ടേ എന്നുള്ളത്. ഇത് ശാന്തനു ഭീഷ്മരോട് പറയും. ഭീഷ്മർ അച്ഛൻ്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാജ്യാവകാശം ഏറ്റെടുക്കില്ല, സഹോദരന്മാർക്ക് രാജ്യങ്ങൾ കൊടുക്കും, അങ്ങനെ അവരെ കാത്തു സംരക്ഷിച്ചിട്ട് നിൽക്കും. അങ്ങനെ ആ ഭീഷ്മൻ്റെ പ്രതിജ്ഞയൊക്കെ വളരെ പ്രശസ്തി ആർജിച്ചാണ്. നിങ്ങൾക്ക് അതൊക്കെ അറിയാവുന്നതായിരിക്കും. ഈ ഭീഷ്മർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു മാന്യനും ഭയങ്കര ശക്തിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ
ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഇയാൾ മരിക്കൂലൂ. അങ്ങനെ ഒരു ഇതും കൂടെ ഭീഷ്മനുണ്ട്. അപ്പം അങ്ങനെ ഈ ഇതിങ്ങനെ കുരുവംശം ഇങ്ങനെ ഹസ്തിനാപുരി എന്ന് പറഞ്ഞ പ്രദേശത്ത് കുരുവംശം വളർന്ന് വ്യാപിച്ച് വരുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത്? പാണ്ഡവനും അതായത് പാണ്ഡുവും ധൃതരാഷ്ട്രവും 2 മക്കൾ ലാസ്റ്റ് വരുന്നത്. ഭീഷ്മർ ഇങ്ങനെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് പോവാണ്. പാണ്ഡു ധൃതരാഷ്ട്രവും വരുന്നത്. അവിടെയാണ് നമ്മളെ ഇതുവരെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കഥകൾ ആരംഭിക്കുന്നത് ഇവിടെ മുതലാണ്. ഒരുപാടുണ്ട്. അതിൽ ലാസ്റ്റ് വരുന്നതാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും കഥ. ഈ ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണൂല. പാണ്ഡുവിനാണെങ്കിൽ പാണ്ഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ്. ചില അദ്ദേഹത്തിന് മൊത്തം വെള്ള കളറാണ്. അപ്പോൾ അങ്ങനെ ഒരു പാണ്ഡു പിടിച്ചവൻ എന്നുള്ള രീതിയിലാണ് പാണ്ഡു എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഈ എന്ത് ചെയ്യും? ധൃതരാഷ്ട്രം പറയും എനിക്ക് കണ്ണൊന്നും കാണാത്തതല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം? രാജ്യഭരണം പാണ്ഡവന് കൊടുക്കണം എന്ന് പറയും. ധൃതരാഷ്ട്രം എന്ത് ചെയ്യും? ഇതിൽ നല്ല മാറി നിൽക്കും. അപ്പോൾ ഈ പാണ്ഡു എന്ത് ചെയ്യും? പാണ്ഡു പോയിട്ട് രാജ്യം ഭരിക്കും. അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഒരു ടൂറെല്ലാം പോകും, കാട്ടിലേക്ക് വേട്ടയാടാനും മറ്റുമെല്ലാമായിട്ട് പാണ്ഡവർ പോകും. പോകുമ്പോൾ പാണ്ഡുവിൻ്റെ 2 ഭാര്യമാരാണ്. പേരോ കാര്യങ്ങളോ ഒന്നും വിശദീകരിച്ചൊന്നും പറഞ്ഞില്ല, കഥ ചുരുക്കി പറഞ്ഞു പോവുകയാണ്. അപ്പോൾ 2 ഭാര്യമാരാണ്. ഇത് പോകുന്നതിനിടയിൽ ഈ പാണ്ഡു എന്ത് ചെയ്യും? ഇണചേരുന്ന ജീവിനെ ആക്രമിക്കും, ഇത് കൊല്ലും. അപ്പോൾ അതിലൊന്ന് ശപിക്കും, നിനക്കും ഇണചേരാൻ പറ്റാണ്ടാവട്ടെ. അഥവാ നീ സമ്മതം, അതായത് ഇണചേരാൻ പോയാൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ശപിക്കും. കഥ മനസ്സിലാവാൻ വേണ്ടി ചുരുക്കി പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പാണ്ഡുവിന് എന്താ പറ്റൂല? മക്കളാവാൻ പറ്റൂല. അപ്പോഴാണ് പാണ്ഡുവിൻ്റെ ഭാര്യ, ഈ പുള്ളിക്കാരിക്ക് ഒരു വരവുണ്ട്. എന്താണ്? ആരെ മോഹിച്ചാലും അതൊരു മന്ത്രം ചൊല്ലിയിട്ട് ആരോട് എന്ത് പറഞ്ഞാലും, ഏത് ദൈവങ്ങളായിക്കോട്ടെ ആരോടായിക്കോട്ടെ മക്കളെ കിട്ടും. അങ്ങനെ ഇവർ ഉണ്ടാക്കുന്ന ഈ മന്ത്രം മറ്റേ ഭാര്യക്കും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു തോഴിക്കും പറഞ്ഞു കൊടുക്കും, മറ്റേ ഭാര്യക്കും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവരാദ്യമേ ഈ മന്ത്രം പരീക്ഷിച്ചിട്ടുണ്ട്. അതിലുണ്ടാകുന്ന ആളാണ് ആര്? കർണൻ എന്നുള്ളത്. കല്യാണം കഴിയുന്നതിന് മുമ്പേ പരീക്ഷ നോക്കിയിട്ടുണ്ട്. അതിലുണ്ടാകുന്ന ഒരാളാണ് കർണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർണനെ അവർ മാറ്റി ഒളിപ്പിച്ച് വിടും. അതായത് കർണനെ ഭർത്താവില്ലാണ്ട് കുട്ടിയായതല്ലേ, അപ്പോൾ അതൊന്നും ശരിയാവാത്തതുകൊണ്ട് കർണനെ അവർ മാറ്റി നിർത്തും. അങ്ങനെ ഉണ്ടാകുന്ന 5 കുട്ടികളാണ്, അതായത് ഈ 2 ഭാര്യമാർക്കും കൂടിയിട്ട് ഉണ്ടാകുന്ന 5 കുട്ടികളാണ് പാണ്ഡവർ എന്ന് പറയുന്നത്. കൗരവർക്ക് പാണ്ഡുവിൻ്റെ കഥ തുടരാം. ഈ പാണ്ഡുവിന് മക്കൾ ഇങ്ങനെ ആയല്ലോ. അപ്പോൾ പാണ്ഡു എന്ത് ചെയ്യും? ആണുങ്ങളല്ലേ, അപ്പോൾ എന്തോ ഒരു മോശമായി പറയുന്നതാണെന്നൊന്നും വിചാരിക്കണ്ട. ഈ 2ാമത്തെ ഭാര്യയിൽ ഇണചേരാൻ വേണ്ടിയിട്ട് അറിയാണ്ട് പോവും. അങ്ങനെ പാണ്ഡു എന്ത് ചെയ്യും? മരിച്ചു. ഈ ഒരു ഇതിന് മുമ്പൊരു കഥ ഉണ്ട്. എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാണ്ഡുവിന് ഇങ്ങനെ ഒരു ശാപം കിട്ടിയ സമയത്ത് ആകെ ഇയാൾ ദുഃഖിതനാവും. ദുഃഖിതനായപ്പോൾ ഇയാളെന്ത് പറയും? എനിക്കിനി രാജ്യമൊന്നും ഭരിക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ മാനസികമായി തളർന്നിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് കൊടുക്കണം എന്ന് പറയും. മൊത്തം രാജ്യവും കാര്യങ്ങളും എല്ലാം പാണ്ഡുവിന് ഒരധികാരവും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും? രാജ്യം മൊത്തം ധൃതരാഷ്ട്രക്ക് തന്നെ കൈമാറും. അയാൾ പറയും, നീ എടുത്തോ മോനെ അനിയ, ഞാൻ കണ്ണ് കാണാത്തതല്ല, നിർബന്ധിച്ച് കൊടുക്കുന്നതാണ്. അപ്പം ഈ പാണ്ഡുവിന് പിന്നെ എന്തില്ല? രാജ്യത്തിൽ ഒരു അധികാരവും ഇല്ല. ഓക്കെ, അതെല്ലാം ധൃതരാഷ്ട്രക്ക് കൊടുത്തു. പിന്നെയാണ് ഈ മക്കളൊക്കെ ഉണ്ടാകുന്ന കഥ. അപ്പം 5 മക്കളുണ്ടായി. ആടെ വെച്ചിട്ട് ഈ 2ാം ഭാര്യനെ പ്രാപിക്കാൻ നോക്കുമ്പോൾ ഇയാൾ മരിച്ചു പോകും. പക്ഷെ ശാപമുണ്ടല്ലോ, പ്രാപിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന സമയത്ത് ഇയാൾ മരിച്ചു പോകും. അങ്ങനെ എന്തായി? ഇയാൾ മരിച്ചു പോയപ്പോഴത്തേക്ക് ഈ പിള്ളേരെയും കൊണ്ട് അനാഥായി. ഈ സത്യവതി അതിനിടയിൽ പ്രസവത്തിൽ മരിച്ചു, ഇരട്ട കുട്ടികളാണ്. അപ്പോൾ ആ 2 മക്കളും കൂടെ ഇവരെ കയ്യിലായി. 5 മക്കളിൽ ലാസ്റ്റ് 2 മക്കളാണ്. അപ്പോൾ അതും മരിച്ചു. സത്യവതി എന്നാണ് പറയുന്നത്. പാണ്ഡുവിൻ്റെ ആദ്യ ഭാര്യയിൽ
രണ്ടാമത്തെ ഭാര്യ പ്രസവത്തിൽ മരിച്ചു. അപ്പം പ്രസവത്തിൽ മരിച്ചു പോയതുകൊണ്ട് തന്നെ ഈ ആദ്യ ഭാര്യേൻ്റെ കയ്യിലാവും 2 കുട്ടികൾ. അപ്പം അങ്ങനെ 5 കുട്ടികളായി. അപ്പം അങ്ങനെ എന്താവും, ഇവർക്ക് പോകാൻ സ്ഥലമില്ല എന്നുള്ള ഇത് വരും. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നേരെ ഇവരെ വീട്ടിലേക്ക് പോവുക, അതും രാജകുടുംബം തന്നെയാണ്. പക്ഷെ അത് ചെയ്യാണ്ട് ഇവരെ നേരെ ഭീഷ്മരെ പോയി കാണും. അപ്പം ഭീഷ്മർ ഒരു പ്രത്യേക മനുഷ്യനാണ്. അയാളൊരു പാവം മനുഷ്യനായതുകൊണ്ട് തന്നെ അയാൾ പറയും, നിങ്ങൾ ഇവിടെ താമസിച്ചോ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം. അങ്ങനെ ഒരു രാജകീയ കുടുംബം എങ്ങനെ താമസിക്കണം, ഇവർക്ക് രാജാധികാരത്തിൽ യാതൊരുവിധ ഇതുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഉപേക്ഷിച്ച് പോയതാണല്ലോ. പക്ഷേങ്കിൽ രാജകുടുംബം പോലെ തന്നെ ഇവരെ നോക്കിപ്പോയിട്ടും അതിൻ്റെ ഒരു ആവശ്യമില്ല. അന്നേരമൊന്നും ദുര്യോധനനോ മറ്റുള്ളവരോ ഒന്നും എതിർക്കുന്നൊന്നുമില്ല. ഇവരെ സ്വന്തം സഹോദരന്മാരെ പോലെ അവർ കണ്ടേ. അവർ ഒപ്പരം എന്ത് ചെയ്യും, ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയതും ഇവരെല്ലാം ഒപ്പരന്മാരാണ്. ഈ 101 ആൾക്കാരും പിന്നെ പാണ്ഡവരും 5 പേരും എല്ലാം കൂടി ഒരുമിച്ചാണ് പോയത്. ആയോധന കലയെല്ലാം അഭ്യസിക്കുമ്പോൾ അർജുനനെ ഭയങ്കര അതായത് ഗുരു സ്വന്തം മകനെ പോലെ അതും പ്രഥമ ശിഷ്യനായിട്ട് വളർത്തുമ്പോൾ ദുര്യോധനൊന്നും ഒരു അസൂയയും വന്നിട്ടില്ല. ഇയാൾക്ക് കഴിവുണ്ട്, അതുകൊണ്ട് ഇയാൾ വളർന്നു വരുന്നത്. അതാ ദുര്യോധനൻ്റെ ഒരു പ്രത്യേകതയാണ്, കഴിവുള്ള ആളെ ഉയർത്തിയെടുക്കും. അതുകൊണ്ടാണ് കർണന് രാജ്യം കൊടുത്തതും കർണനെ എന്താക്കിയത്, ഒരു രാജാവാക്കി മാറ്റിയതൊക്കെ ദുര്യോധന. അതായത് സ്വന്തം വഴിവെട്ടി, അതായത് ഇന്നത്തെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വഴിവെട്ടി വന്നവനാണ് കർണൻ. സ്വയം വഴിവെട്ടി ഉയർന്നു വന്നവനാണ് കർണൻ. അങ്ങനെ ദുര്യോധനുമായിട്ട് കർണനൊരു ഇതുണ്ട്, ബന്ധമുണ്ട്, നല്ല ബന്ധമാണ്. വെച്ചാൽ സഹായിച്ച ഒരാളാണ് ദുര്യോധനൻ കർണനെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട്. അത് വേറെ കഥ. കൃഷ്ണൻ്റെ കഥ അതിനിടയിൽ വേറെ നടക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 100,000-ഓളം ശ്ലോകമുണ്ട് ഈ മഹാഭാരതത്തിന് പറയുമ്പോൾ 100,000-ഓളം ശ്ലോകമുണ്ട്. അതെല്ലാം വിവരിച്ച് ഈ ഒരൊറ്റ വീഡിയോയിൽ പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത്. അങ്ങനെ അന്നേരം ആ സമയത്തൊന്നും ഇവർക്ക് എന്തില്ല, അസൂയ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കഥ ഇങ്ങനെ പോവുക. അതിനിടയിൽ ഇവർ പോയിട്ട് ഈ പാണ്ഡവർ പോയിട്ട് എന്ത് പറയും, ഭീഷ്മരോട് പറയും, നമ്മളെ അച്ഛനാണല്ലോ ഇതെല്ലാം ആദ്യം ഭരിച്ചത്, നമുക്ക് രാജ്യം വേണമെന്ന് പറയും. അവിടെയും ധൃതരാഷ്ട്രം എന്താ പറയുക, ഇയാൾക്ക് കണ്ണൊന്നും കാണൂല. ഇയാൾ പറയും, അത് അവരെൻ്റെ അനിയൻ്റെ മക്കളല്ലേ, ഒരു കാര്യം ചെയ്യാം, അവർക്ക് പകുതി രാജ്യം കൊടുക്കാമെന്ന് പറയും. ദുര്യോധനോട് ചോദിച്ചിട്ട് പോലുമില്ല, ദുര്യോധന എതിർത്തിട്ടുമില്ല. എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ദുര്യോധന മൂത്ത ആൾ, അയാൾക്ക് കിട്ടേണ്ട രാജ്യമാണ്, അയാൾ എതിർത്തിട്ടൊന്നുമില്ല. അയാൾ പകുതി കൊടുക്കും. പകുതി കൊടുത്ത് ഇവരെ ഭരണം തുടങ്ങും. അങ്ങനെ ദുര്യോധനൻ ഈ ഒരു പകുതി രാജ്യത്തിൻ്റെ രാജാവും ആവും, മറ്റേവരെന്താവും ആ രാജ്യത്തിൻ്റെ രാജാക്കന്മാരായിട്ട് അവരിങ്ങനെ ഭരിച്ചു തുടങ്ങും. അതിനിടയിൽ ഇവർക്ക് എന്ത് വരും, ഈ ധർമ്മത്തിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ പാണ്ഡവർക്ക് എന്ത് വരും, ആഗ്രഹം വരും, മൊത്തം രാജ്യം ഇവർക്ക് വേണം. കാരണം ആദ്യം ഭരിച്ചത് ആരാ, സ്വന്തം അച്ഛനാണ്. അപ്പോൾ സ്വന്തം അച്ഛൻ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ ഇവരെ പാണ്ഡുവിൻ്റെ ഭാര്യമാർ 2 ആളും മന്ത്രം ജപിച്ചിട്ടുണ്ടായ പിള്ളേരാണ്. ഓരോരോ ആൾക്കാരുടെ മക്കളാണിത്. അപ്പോൾ പാണ്ഡുവായിട്ട് ഇയാൾക്ക് ആർക്ക് ഇവർക്കൊന്നും യാതൊരു ബന്ധവുമില്ല. അച്ഛനൊന്നും അല്ലാതെ, അത് വേറെ കാര്യം. പക്ഷേ എന്തായാലും പാണ്ഡുവിൻ്റെ മക്കൾ തന്നെയാണ് അവരെ പറയൽ, പാണ്ഡവർ തന്നെയാണ് വിളിക്കുകയും അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇവർ വിചാരിക്കും അച്ഛൻ ഭരിച്ചത് രാജ്യമല്ലേ, അപ്പോൾ അത് മൊത്തമായിട്ട് ഇവർക്ക് വേണം. അങ്ങനെയാണ് ഇവർ അർജുനൻ നമ്മളെ കൃഷ്ണൻ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യും, ഉപദേശിച്ചു കൊടുക്കും. നിങ്ങൾ പോയിട്ട് പറ, കാര്യങ്ങളെല്ലാം പറ, ഞാനുണ്ട് എൻ്റെ ഒപ്പം എന്ന് പറയും. അങ്ങനെ ഇവർ പോയിട്ട് ഭീഷ്മരോടാണല്ലോ എല്ലാം പറയാം. ഭീഷ്മരാണെങ്കിൽ പച്ചപ്പാവുക, പാവം അയാളെ തല്ലി കൊല്ലുകയും ചെയ്യും ലാസ്റ്റ്. അത് വേറെ കഥ. ഇയാളോട് പോയിട്ട് കാര്യങ്ങൾ പറയും. അങ്ങനെ ഇയാൾ ആദ്യം ധൃതരാഷ്ട്രം മുമ്പിൽ കാര്യം അവതരിപ്പിക്കും. അങ്ങനെ ഇതെന്താവും, ഒരു നടക്ക് പോകില്ലാന്ന് കാണും. ധൃതരാഷ്ട്രം പറയും, പകുതി രാജ്യം നിങ്ങൾക്ക് തന്നതല്ലേ, അത് മതി എന്ന് പറയും. അങ്ങനെ ഇവർ പറയും, എന്നാൽ പിന്നെ നമ്മൾ കളിച്ച് നേടുന്നു പറയും. അങ്ങനെ ചൂത് കളി വരുന്നത്. പക്ഷെ അവിടെ ഇവർക്ക് കണക്കുകൂട്ടൽ തെറ്റിയതെന്നാന്ന് വെച്ചാൽ കൃഷ്ണനെക്കാട്ടിയും ബുദ്ധിയിലൊരു സാധനം അപ്പുറം ഉണ്ടായിരുന്നു, ശകുനി എന്ന് പറഞ്ഞിട്ട്. ഈ പുള്ളി എന്ത് ചെയ്യും, നല്ല കളി അങ്ങ് കളിക്കും. പക്ഷേ കഥയിൽ കള്ളക്കളി എന്നൊക്കെയാണ്. പക്ഷേ എങ്കിൽ ശരിക്ക് കള്ളക്കളി എന്നുള്ളതൊന്നും ആടെ കാണുന്നില്ല വായിച്ചു നോക്കുമ്പോൾ.
നല്ല കളിക്കാൻ അറിയുന്നവനാണ് ശകുനി. അതുകൊണ്ട് കളിച്ചിട്ട് എന്ത് ചെയ്യും, അവർ ജയിക്കും. അവർ ജയിച്ചിട്ട് രാജ്യം മൊത്തം, അതായത് ഈ കിട്ടിയ പകുതി ഇവരെടുക്കുന്ന പോകും, പാണ്ഡവരെടുക്കുന്ന പോകും, മൊത്തം അവരെടുക്കും. അവരെടുക്കുന്ന സമയത്ത് ആകെ കഷ്ടമായി, സങ്കടമായി. ഇവരാദ്യം കാട്ടിപ്പോണ്ട അവസ്ഥയായി, വേറെ സ്ഥലമൊന്നുമില്ല പോയി. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ആർക്ക്, ധൃതരാഷ്ട്രർക്ക് സങ്കടം വരും. ധൃതരാഷ്ട്രവും ഭീഷ്മരും കൂടെ ആലോചിച്ചിട്ട് ദുര്യോധനെ വിളിച്ചു പറയും, മോനെ കുട്ടാ, എന്താടാ പാവം, നിങ്ങൾ അനിയന്മാരല്ലേടാ, നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിക്കണ്ടേ അല്ലേ, നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇല്ല അച്ഛൻ, അമ്മനൊന്നും ചെയ്യുന്നില്ല, രാജ്യം തിരിച്ചു കൊടുക്കാന്ന് പറയും. അങ്ങനെ ഈ പകുതി രാജ്യം വീണ്ടും തിരിച്ചു കൊടുക്കും. ദുര്യോധനെ ആലോചിച്ച് നോക്കണം. ദുര്യോധന അന്നേരം യാതൊരുവിധ അസൂയോ എല്ലാം മൊത്തം അനക്കന്നെ വേണമെന്നോ ഒന്നുമില്ലേ. ശകുനി നല്ല കളി കളിച്ചിട്ട് ജയിച്ചതാണ്, അന്നേരവും ഒന്നുമില്ല. ഇതെല്ലാം തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തിട്ട് ഇവരാദ്യം എന്ത് ചെയ്യും, ആദ്യം രാജ്യഭരണം തുടങ്ങും. എന്നാൽ മിണ്ടാണ്ട് ഭരിച്ചാൽ മതി, ഇവരെ കുരുത്തക്കേട് നോക്കണം. ഇവരെ പിന്നെ ആദ്യം പോയിട്ട് കളിക്കും, ചൂത് കളിക്കും. അവരെങ്ങനെയും ജയിക്കും എന്നുള്ള കാര്യം ഓക്കെയാണ്. ആദ്യം ആലോചിച്ച് നോക്കണം. അവരൊപ്പരമുള്ള കളിക്കാരൻ ചില്ലറ കളിക്കാരനൊന്നല്ല, ശകുനിയാണ്. കൃഷ്ണനെക്കാട്ടിയെല്ലാം ഭയങ്കര ബുദ്ധിയുള്ള സാധനമാണ്. എങ്ങനെയും കളി ജയിക്കും എന്നുള്ളത് ഇവർക്കറിയാം. എന്നിട്ട് പോയിട്ട് കളി ആദ്യം വെക്കും. അതിനിടയിൽ ഈ പാഞ്ചാലി പോയിട്ട് ഒരു കളി കളിക്കുന്നുണ്ട്, ഇത് ചൂത് കളി. പാഞ്ചാലി പോയിട്ട് ഈ രാജ്യം പോയ സമയത്ത് ഞാൻ എല്ലാം നേടിത്തരാമെന്ന് പറയുന്നുണ്ട്, അത് ഈ രാജ്യം തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ്. എന്നിട്ട് പാഞ്ചാലി പോയി കളിച്ചിട്ട് കളി ജയിക്കുന്നുണ്ടേ. പക്ഷേ ഈ പെണ്ണ് കളിച്ചിട്ട് രാജ്യത്തെ മൊത്തം കിട്ടി എന്ന് പറയുമ്പോൾ ഇവർക്ക് നാണക്കേടല്ലേ. അതുകൊണ്ട് ഇവരത് ഏറ്റെടുക്കൂല. ഇവർ പറയും, നീ തിരിച്ചു കൊടുത്തേന്ന് പറയും. അങ്ങനെ പാഞ്ചാലി കളിച്ച് നേടിയ മൊത്തം ഇതും ആദ്യം തിരിച്ചു കൊടുത്തിട്ടാണ് ഭീഷ്മരെടുക്കാൻ ആദ്യം പോയി സങ്കടം പറയുന്നതും. പിന്നെ ഇവർ ധൃതരാഷ്ട്ര ദുര്യോധനെ വിളിച്ചിട്ട് ഈ സംഭവം ഓക്കെ. ഇതെല്ലാം രണ്ടോട്ടം ജയിച്ചിട്ടും ദുര്യോധനൻ ഇവരോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ദുര്യോധനൻ രാജ്യം തിരിച്ചു കൊടുക്കുകയും ചെയ്യും, പകുതി രാജ്യം തിരിച്ചു കൊടുക്കുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം ഇവർ കളിക്ക് വിളിക്കും. അന്നേരം പാഞ്ചാലിക്ക് നല്ല കളി അറിയെങ്കിൽ പാഞ്ചാലിനെ കൊണ്ട് കളിപ്പിച്ചിട്ട് രാജ്യം എടുത്താൽ മതി. അത് ചെയ്തിട്ടില്ല. ലാസ്റ്റ് എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം കളിക്കും, തോക്കും, പിന്നെ ഒന്നും പണയം വെക്കാനില്ല. അങ്ങനെ ഇവരെ ഭാര്യയായ പാഞ്ചാലീനെ വരെ പണയം വെക്കും. അത് പിന്നെ നിങ്ങൾക്കറിയാം. പിന്നെ വസ്ത്രാശയവും കൃഷ്ണൻ വന്നിട്ട് കൈകൊണ്ടാക്കിയിട്ട് സാരി കൊടുത്തിട്ട് രക്ഷിക്കുന്ന എല്ലാ കഥയെല്ലാം നിങ്ങൾക്കറിയാം. അങ്ങനെ എന്താവും, രാജ്യം തെച്ചും അവരെ കയ്യിലാവും. പിന്നെ ദുര്യോധനൻ പറയും, മക്കളെ ഇനി ഒരു കാര്യമില്ല, ഇനി മധ്യസ്ഥതും കാര്യങ്ങളും ഒന്നും വെച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോൾ കുറേ പ്രാവശ്യമായി നിങ്ങൾ തോക്കുന്നു, ഇനി ഞാൻ എല്ലാ രാജ്യവും എടുക്കും. പിന്നെ അയാൾക്ക് പിന്നെ അത്രയേ ഉള്ളൂ പറയാൻ കഴിയും. ഇവരെ പൊട്ടമോശം ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച കാര്യത്തിന് പിന്നെ അയാൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഇനി ഞാനിത് തരാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവരാദ്യം പോയി ഭീഷ്മരെയും മറ്റേ ധൃതരാഷ്ട്രയിലും പോയിട്ട് ആദ്യം പോയി കാണും, നമ്മളെ രാജ്യം പോയി. അപ്പോൾ അവർ പറയും, മക്കളെ ഇനി നമ്മളെന്ത് പറയാനാണ്, നിങ്ങൾ തന്നെ എല്ലാം നശിപ്പിച്ച്, ഇനി ഒന്നും പറയാൻ പറ്റൂല എന്ന് പറയും. പക്ഷേ ഇവർ സമ്മതിക്കൂല. ഇവർ കൃഷ്ണനോടും മറ്റോരോടും എല്ലാവരോടും. അങ്ങനെയാണ് ഈ ഭീഷ്മരും ധൃതരാഷ്ട്രമായിട്ടെല്ലാം ഇവരെല്ലാം തെറ്റുന്നു, പാണ്ഡവർ തെറ്റുന്നു. കാരണം എന്താ വെച്ചാൽ ഇവരെ എല്ലാ കാര്യത്തിനും അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാ ഉപകൃതത്തിനും ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ? ഇവർക്ക് തിരിച്ചു കൊടുത്ത സാധനം ഇവരെടുത്തിട്ട് മിണ്ടാണ്ട് പോയിട്ട് രാജ്യം ഭരിച്ചിട്ട് സുഖമായിട്ട് ജീവിച്ചാൽ പോരെ. ഇവർ പോയിട്ട് വീണ്ടും ചൂത് കളിക്കാൻ ഇവരോട് ആരോടും പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വസ്ത്രാക്ഷേപം നടത്തുമ്പോൾ ആരും ഒന്നും എതിർത്തൊന്നും പറയാതിരുന്നത്. അത് ആടെല്ലാം ന്യായം ഇവരെല്ലാം ഭാഗത്ത് തന്നെയാണ്. ഭീഷ്മരൊന്നും ചെയ്തില്ല, കൃഷ്ണ മറ്റേ ഇയാളൊന്നും ചെയ്തില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവരെ പോക്രത്രം കൊണ്ട് പറ്റിയ ഇതല്ലേ. അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ കഴിയില്ല, ഇതെല്ലാം അനുഭവിച്ചോളുക. അവൻ്റെ രാജഭരണത്തിന് കുറച്ച് ഇതെല്ലാം ഉണ്ട്. ആ രാജ്യം എന്ന് പറയുമ്പോൾ രാജ്യത്തിൽ രാജഭരണത്തിന് ഒരു വാത് വെക്കുക, ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർത്ത് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് പറയാമല്ലോ. അപ്പോൾ കിട്ടിയ സാധനം പണയം വെച്ചിട്ട് കിട്ടിയ സാധനത്തിന് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതവരുടെ നീതിയാണ്. അതിനെ വേണമെങ്കിൽ വസ്ത്രം അയച്ചു കൊടുക്കുക, എന്തും ചെയ്യാം. അതവരുടെ നീതിയാണ്, അന്നേരത്തെ അന്ധകാലത്തെ നീതിയാണ്. അതിന് നമ്മൾക്കൊന്നും എതിർത്തൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയെല്ലാം ചെയ്തതിന് ഭീഷ്മരൊന്നും എതിർത്ത് പറഞ്ഞില്ല എന്നൊക്കെ കുറേ ആളുകൾ ഇരുന്ന് പറയുന്നത് കേൾക്കാം. ഇതൊന്നല്ല സത്യം. സംഭവം ഇതാണ്, അവർക്ക് കിട്ടിയ സാധനത്തിന് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കൃഷ്ണൻ വസ്ത്രം കൊടുത്ത് രചിച്ചു, അത് കൃഷ്ണൻ്റെ മാന്യത, അതൊക്കെ അയാളെയും സമ്മതിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കിട്ടായിട്ട് തിരിച്ചു കിട്ടായിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ യുദ്ധം പ്രഖ്യാപിക്കും. ഇത് രാജ്യമില്ല, പടിയില്ല, ഒന്നുമില്ല. ആ സമയത്ത് ആ യുദ്ധം പ്രഖ്യാപിക്കുക. അപ്പം ഇവർ പോയിട്ട് കൃഷ്ണനോട് അഭ്യർത്ഥിക്കും, കൃഷ്ണ, നമ്മളെയും രാജ്യമോ പടിയോ ഇല്ല, നമ്മളെ വിശ്വസിച്ച് വന്ന കുറച്ച് ആളുകളുണ്ട്, അത് എത്ര ആളുണ്ടാവും എന്ന് ചോദിക്കും. അപ്പോൾ ഇത്ര ആൾക്കാരുണ്ട്, യോദ്ധാക്കളും കുതിരപ്പടിയും അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, എൻ്റെ പടേനെ മൊത്തം ഞാൻ തരാം, ഞാൻ ഇനി യുദ്ധമൊന്നും ചെയ്യില്ല, എനിക്ക് തല്ലുകൂടാനൊന്നും കഴിയൊന്നുമില്ല,
ഞാൻ ഒരു നല്ല മനുഷ്യനായിട്ട് പോകുന്നതാണ്, എനിക്ക് കുറേ രാജ്യങ്ങളുണ്ട്, അടുത്ത മൊത്തം പടിയിൽ നിങ്ങൾക്ക് തരാമെന്ന് പറയും കൃഷ്ണൻ. പക്ഷേ കൃഷ്ണൻ ഇവരെ ഭയങ്കര സുഹൃത്തായതുകൊണ്ട് അത് കൊടുക്കും. അങ്ങനെ ഉപദേശവും തരാമെന്ന് പറയും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, യുദ്ധം എന്ന് തുടങ്ങാം. യുദ്ധം വിളിക്കും, യുദ്ധം തുടങ്ങും. പക്ഷേ എങ്കിൽ അതിൽ ആടിയും പിന്നെയും കുറച്ചെങ്കിലും മാന്യതയുള്ള അർജുനനാണ്. അർജുനൻ എന്ത് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് എൻ്റെ അമ്മാമ്മമാരെയും അച്ചാച്ചന്മാരെയും ആങ്ങളമാരെയും ഒന്നും തല്ലാനോ കൊല്ലാനോ ഒന്നും പറ്റൂല, ഞാൻ യുദ്ധമൊന്നും ചെയ്യുന്നില്ല എന്ന് പറയും. കൃഷ്ണൻ എന്ത് പറയും, നീ ക്ഷത്രിയനാണ്, അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കും. അതാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന സംഭവം എന്നാണ് പറയുന്നത്. അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കും. മോട്ടിവേഷൻ കൊടുത്തിട്ട് കൃഷ്ണൻ എന്താവും, ഉഷാറാവും. ആദ്യം അമ്പും വില്ലെല്ലാം എടുക്കും, അടിപിടി കൂടും. ഇത് ഇങ്ങനെ പോയിട്ട് അവർ ജയിക്കും. പിന്നെയും കഥകൾ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. പാണ്ഡവര് ലാസ്റ്റ് സ്വർഗാരോഹണം വരെയെല്ലാം പോയിട്ടും പിന്നെയും കഥ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഇത് പറയാൻ നിന്നാൽ ഒരു ദിവസമൊന്നും ഒത്തൂല. കഥ ഇങ്ങനെ അവർക്ക് രാജ്യം കിട്ടും, അവരെല്ലാം 101 ആൾക്കാരെയും തല്ലിക്കൊല്ലും, എല്ലാ പരിപാടിയും തീരും. കർണനെ ചതിച്ചു കൊല്ലുമായിരുന്നു, അത് വേറെ കാര്യം. ഈ ഇത് പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, ഈ കൽക്കി സിനിമയിൽ ഈ കഥാപാത്രങ്ങളെല്ലാം വീണ്ടും ജനിക്കുകയും അതിൽ അശ്വത്ഥാമാവിനെ വെച്ചിട്ടാണ് കൽക്കി സിനിമ വരുന്നത്. അശ്വത്ഥാമാവ് എന്താണ് കൽക്കി എന്ന് പറഞ്ഞു, കൽക്കീൻ്റെ അവതാരം വരെ. അശ്വത്ഥാമാവിന് ഒരു ശാപം കിട്ടുന്നുണ്ട് കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന്. അതായത് സ്ത്രീക്കെതിരെ ബ്രഹ്മാസ്ത്രം ഒരു കാരണവുമില്ലാതെ ഉപയോഗിച്ചു എന്നുള്ള ഇതുകൊണ്ട് കൃഷ്ണൻ ശപിക്കുന്നുണ്ട്. ഗർഭിണിയായ സ്ത്രീക്കെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും. ഈ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി പറയുന്നത് ന്യൂക്ലിയർ ബോംബിനെക്കാട്ടിയും ഭയങ്കര ശക്തിയാണെന്ന് പറയുന്നത്. ഈ സ്ത്രീക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട്. സ്ത്രീ മാത്രമല്ല, നാടും നഗരവും എല്ലാം കത്തി നശിക്കും. പക്ഷെ അത് പ്രയോഗിക്കാൻ നോക്കി എന്നാണ് പറയുന്നത്. അതിനെതിരെ കൃഷ്ണൻ ശപിക്കും, എന്ത്, നിനക്കിനി മരണമില്ല, പക്ഷെ ഇത് ശാപമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അടുത്ത ജന്മം, അടുത്ത ഒരു കൽക്കി എന്ന് പറഞ്ഞൊരു അവതാരം കൃഷ്ണൻ്റെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ കൽക്കി അവതരിക്കുന്ന സമയത്ത് ഗർഭാവസ്ഥയിലുള്ള കൽക്കീനെ സംരക്ഷിക്കേണ്ട ചുമതല ആരൊക്കെ കൊടുക്കുക, അശ്വത്ഥാമാവിനെ കൊടുക്കുക. അശ്വത്ഥാമാവ് എന്ത് ചെയ്യണം, സംരക്ഷിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അന്നേരം ശത്രുക്കൾ ഉണ്ട് എന്നർത്ഥം, ശത്രുക്കൾ ഉണ്ടാവും എന്നാണ് കൃഷ്ണൻ ഉദ്ദേശിച്ചത്. അപ്പം എനിക്ക് സുഖമായിട്ട് ഇവിടെ ജനിച്ച് വീഴുന്നവരെ ആരൊക്കെ സഹായം വേണം, അശ്വത്ഥാമാവിൻ്റെ സഹായം വേണം. അങ്ങനെ ഒരു കഥ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ കഥ എടുത്തിട്ടാണ് കൽക്കി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കൽക്കി അതിൽ അശ്വത്ഥാമാവായിട്ട് അമിതാഭ് ബച്ചനാണ് അഭിനയിക്കുന്നത്. നമ്മളെ ഇത് അതിൽ കർണനായിട്ട് നമ്മളെ പ്രഭാസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, സിനിമ കണ്ടവർക്കെല്ലാം അറിയാം. അപ്പോൾ അതാണ് കഥ. അപ്പോൾ ഈ കൽക്കിൻ്റെ കഥ, ഈ സിനിമേൻ്റെ കഥ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ കഥ വെച്ചിട്ടാണ് സിനിമ ഇറക്കിയത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൽ ആധുനികത ഇതെല്ലാം പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ആധുനികത കൂട്ടിച്ചേർക്കാൻ നോക്കുക, സയൻസും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാൻ നോക്കുകയാണ് പഴയ പുരാണത്തിൽ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കണ്ടുവരുന്ന ഇപ്പം നമ്മളെ ഹിന്ദി സിനിമയായാലും, ഈ തെലുങ്കിൽ പണ്ടേ ഉണ്ട്, തമിഴായാലും, മലയാളത്തിൽ അങ്ങനെ കാണുന്നില്ല. തമിഴായാലും ഇടയ്ക്കൊക്കെ വരാറുണ്ട് എന്നല്ലാതെ, ഭക്തി സിനിമ വരാറുണ്ട് എന്നല്ലാതെ, അതും ഒരു ഭക്തി സിനിമ എന്നുള്ള കാറ്റഗറിയിൽ കൂട്ടാന്നേ ഉള്ളൂ. അല്ലാതെ ഇവർ പുരാണത്തിൽ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളെ സംഭവം ഇത്ര യുഗമായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഭൂമിയാകും, അങ്ങനെയാണ്. ഇതെല്ലാം സയൻസ് കുറേ കാര്യങ്ങൾ നമ്മളെ പുരാണത്തിലും ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നു. അതെന്താന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ ഭരിക്കുന്ന പാർട്ടി ഏതാ നോക്കിയാൽ മതി. ആര്? BJP, ഇന്ത്യ ഭരിക്കും. ഇവരുടെ ഒരു ഇതാണ് ഈ വർഗീയം പറഞ്ഞിട്ട് എന്താക്കുക, നമ്മളെല്ലാം സ്വാധീനിച്ച്, മനസ്സെല്ലാം സ്വാധീനിച്ചിട്ട് സംഭവം ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മതങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ 1-2 മതമൊന്നല്ല. അപ്പം ഇവരെല്ലാം ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇപ്പം ഹിമാലയത്ത് പോയാലും അവിടെ ജൈനന്മാരും ഉണ്ട്, ബുദ്ധന്മാരും ഉണ്ട്. അവരും ഈ ഹിമാലയത്തിന്, അതായത് കൈലാസത്തിൽ ബലം വെക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും അല്ലാന്ന് പറയാൻ പറ്റുമോ? അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ, നമുക്ക് നമ്മളേതായ വിശ്വാസങ്ങൾ. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിന് വെറുതെ ഈ തല്ലുകൂടാൻ പോകുന്നു? ഇപ്പം സിനിമ നിങ്ങൾ നോക്കിക്കോ, ഒരുപാട് സിനിമ ഇപ്പം ഹിന്ദിയിൽ വന്നിട്ടുണ്ട്. ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ വന്നിട്ടുണ്ട്. മറ്റേ വേറൊരു സിനിമ വന്നിട്ടുണ്ട് ഹിന്ദിയിൽ, അതായത് നമ്മളെ
ആരപ്പം നമ്മളെ അക്ഷയ് കുമാറിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അക്ഷയ് കുമാറിൻ്റെ ഒന്നല്ല, 1-2 പടങ്ങൾ വന്നിട്ടുണ്ട് ഇതേപോലെ. ഇവരൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് എന്താക്കുവാണ്, ഈ വർഗീയം പരത്താൻ വേണ്ടി ശ്രമിക്കുക. ആ ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണോ ഈ സിനിമ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൊത്തം പറയുന്നത് അതായത് ഹിന്ദുക്കളുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അതിലൊരു ലോകമുണ്ട്, ഈ സിനിമയിലൊരു ലോകം. അവിടെ വരിക്കുന്നത് അവിടെ ജീവിക്കുന്നതും എല്ലാം ഹിന്ദുക്കളാണ്. ആ ലോകത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരാണ് താഴേക്കടയിലുള്ളവർ. അതിൽ പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് പറയുന്ന കാശിയാണ്. ഈ കാശിയിൽ നിൽക്കുന്നവർക്കെല്ലാം, അത് നമ്മളെ ഇപ്പോഴത്തെ കാശിയാണെന്നൊന്നും അറിയില്ല, കാശി എന്നാണ് പറയുന്നത്. അപ്പോൾ ആടെ നിൽക്കുന്നവർക്കെല്ലാം ഈടെ എത്തിപ്പെടാനുള്ള ആഗ്രഹമാണ്. ആടെ സ്വർഗമാണ് പറഞ്ഞു വരുന്ന മനസ്സിലായി. അവിടെ ഭരിക്കുന്നതാര്, ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം, സുപ്രീം ആയിട്ടുള്ള ഒരാളാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ആടെയുള്ളവർക്ക് അത്രയും സുഖ സൗകര്യങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്നു സിനിമ. അപ്പോൾ മനസ്സിലാക്കുക ഇതെന്തോ ഒരു പ്രശ്നത്തിലേക്കുള്ള പോക്കല്ലേ എന്നുള്ളത് മനസ്സിലാക്കുക. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തം ഞാൻ പറഞ്ഞത്. അതിലെ വലിയ കഥാപാത്രങ്ങളുണ്ട്. നമുക്കൊരു ഇവൻ കൊള്ളാം, ഇവൻ ഹീറോ ആണെന്ന് തോന്നുന്ന കുറച്ച് കഥാപാത്രങ്ങൾ എടുത്തു വെച്ചിട്ട് സിനിമ ഉണ്ടാക്കിയിട്ട് നമ്മളെ മനസ്സുകളിലേക്ക്, ഈ കർണനെല്ലാം ഈ കഥയിൽ ചതിച്ചു വന്നതാണ്. അപ്പോൾ അവനെല്ലാം എടുത്തിട്ടാണ് ഈ കഥാപാത്രത്തിനൊക്കെ എടുത്തിട്ടാണ് വലിയ ഹീറോ ആയിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഹീറോ തന്നെയാണ് ആ പുള്ളി ആ കഥയിൽ. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് മറ്റുള്ള പുരാണ കഥ ഉള്ളതെങ്കിലും ഇവിടെ ഇപ്പം ഇതിനെ നല്ലവനാക്കി കാണിക്കുക. എന്നാലേ ജനങ്ങളെ മനസ്സിലൊരു ആകർഷണം, നമ്മളെ പുരാണത്തിൽ ഇത്രയും വലിയ ഹീറോസൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ജനങ്ങളെ മനസ്സിൽ ഇങ്ങനെ ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്ത് എന്ത് ചെയ്യുക, ഹിന്ദുവാണ് ഭയങ്കര സംഭവം എന്ന് കാണിക്കാനുള്ളൊരു സംഭവമാണോ ഇത് എന്നുള്ളൊരു എൻ്റെ ഒരു സംശയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമയായിട്ട് കാണുവാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ വർഗീയമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഇതൊക്കെ ഒരു കഥ മാത്രമാണ്. ഇതൊന്നും നടന്നതായിട്ടുള്ള യാതൊരു തെളിവും ഇതുവരെ ശാസ്ത്രത്തിന് കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഒരു കഥ മാത്രം. പിന്നെ വിശ്വാസത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചു ഒരു മനസ്സിനൊരു ശാന്തതയും സ്വസ്ഥതയെല്ലാം കിട്ടുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു, അതിനൊന്നും യാതൊരു ഇത് മുടക്കമില്ല. പക്ഷേങ്കിൽ ഈ സിനിമ കണ്ടിട്ട് ഇതാണ് ഇപ്പോൾ ഒരു രാവണൻ എന്ന് പറഞ്ഞ മറ്റേ രാമായണത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങി. എൻ്റെ അമ്മ നിങ്ങൾക്ക് അറിയാം ആ കഥ എന്താണ് അത് ആക്കി വെച്ചിരുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനെക്കുറിച്ചെല്ലാം ഞാൻ മുന്നേ വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയായിട്ട് മാത്രം കാണുക, അല്ലാതെ ഇത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞിട്ട് നടക്കരുത്. അപ്പോൾ സിനിമ മാത്രമാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കാമോ, അതിനൊന്നും യാതൊരുവിധ കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേങ്കിൽ സിനിമ എടുത്തിട്ട് വർഗീയം പറയാതിരിക്കുക, ബഹളം ഉണ്ടാക്കാതിരിക്കുക. നാട്ടിൽ ആളുകൾക്ക് സമാധാനമായിട്ട് ജീവിച്ചു പോകേണ്ടതാണ്. നമ്മളത് ഈ സിനിമ നമ്മളെ ആൾക്കാരെ അവരാണ് അത്രയും ഉയരത്തിലെത്തുകയെന്നൊന്നും പറഞ്ഞ് നടക്കരുത്. അങ്ങനെ കണ്ടു, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ. അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. പല റിവ്യൂ ഇടുന്നവരും പറയുന്ന കേട്ടു ഹിന്ദുക്കൾ അങ്ങനെയാണ്, സംഭവമാണ്, ഭയങ്കരമാണ്, ലാസ്റ്റ് ഹിന്ദുക്കളെ ഉണ്ടാവുള്ളൂ എന്നല്ല. അങ്ങനെയൊന്നും പറഞ്ഞ് നടക്കരുത്. എല്ലാവരും ഒരുപോലെയാണ്. മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ ലോകത്തിൽ, സമന്മാരാണ്, എല്ലാവരും സമന്മാരാണ്. പിന്നെ ഉള്ള വേർതിരിവ് കുറച്ചാൾ പാവപ്പെട്ടവരാണ്, കുറച്ചാൾ പണക്കാരാണെന്നുള്ള വേർതിരിവ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഹോമോസാപ്പിയൻസാണ്. തല്ലുകൂടാതിരിക്കുക. മതത്തിൻ്റെ പേരിൽ പൊട്ടന്മാരായിപ്പോവും. മതത്തിൻ്റെ പേരിൽ തല്ലുകൂടിയാൽ പൊട്ടന്മാരായിപ്പോവും. ഇത്രയും വലിയ ഈ നൂറ്റാണ്ടിലും മതത്തിൻ്റെ പേരിൽ തല്ലുകൂടുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമായിക്കോ, നിങ്ങൾ വിശ്വസിച്ചോ, അതിനൊന്നും ആരും എതിര് പറയുന്നില്ല. പക്ഷേ അത് വെച്ചിട്ട് തല്ലുകൂടാതിരിക്കുക, അത്രയേ പറയാനും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.